വിവാദങ്ങൾക്കിടെ ആരോഗ്യവകുപ്പിനെ വെട്ടിലാക്കുന്ന ഒരു പ്രസ്താവന നടത്തുന്നത് മന്ത്രി സജി ചെറിയാനാണ്. എന്താണ് പറഞ്ഞതെന്നാണ്. അതെ, സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയപ്പോഴാണ് താൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതെന്നാണ് സജി ചെറിയാൻ പറയുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ മന്ത്രിമാർ ചികിത്സ തേടുന്നത് പുതുമയല്ല എന്ന ന്യായീകരണത്തിനിടെയായിരുന്നു മന്ത്രിയുടെ ഈ പരാമർശം. സ്വകാര്യ ആശുപത്രി മന്ത്രിമാരും പോകും, സാധാരണക്കാരനും പോകും, അല്ലാത്തവരും പോകും. ഞാൻ പോയത് മെഡിക്കൽ കോളേജിലാണ്, കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ചിലർ സ്വകാര്യ ആശുപത്രി പോകും. ഞാൻ സ്വകാര്യ ആശുപത്രി ഞാൻ ഡെങ്കിപ്പനി വന്നപ്പോൾ 2019 ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു. ഗവൺമെൻറ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുവന്ന് ശുപാർശ ചെയ്തു. എന്നെ അമൃതയെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് 14 ദിവസം ബോധമില്ലായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അമൃത ഹോസ്പിറ്റൽ മോശമാണ്. അതൊക്കെ ഈ നാട്ടിൽ വ്യവസ്ഥാപിതപരമായ കാര്യമാണ്. അത് ചികിത്സിക്കേണ്ട ഹോസ്പിറ്റൽ എവിടെ? സി കെ അഭിലാലുണ്ട് വിവരങ്ങൾ. അഭിലാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഈ മന്ത്രിമാർ അടക്കമുള്ള ആളുകൾ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്നതിനെക്കുറിച്ച്. അത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടാൻ പാടില്ല എന്നതല്ല, പക്ഷേ നമ്മുടെ സംവിധാനങ്ങളെല്ലാം മികച്ചതാണെന്ന് പറയുകയും അത് ഉപയോഗിക്കാതെ മറ്റിടങ്ങളിൽ പോകുന്നതുമാണ് വിമർശനാത്മകമായി എല്ലാവരും കണ്ടത്. ഇപ്പോൾ അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്ന ഒരു നിലയിൽ കൂടിയാണ് ഇത് പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ താൻ മരിക്കാറായി എന്ന് പറയുമ്പോൾ ആ സംവിധാനത്തെ കുറ്റപ്പെടുത്തുകൂടിയാണ് അദ്ദേഹം. അതായത് സർക്കാർ ആശുപത്രിയിൽ ഡെങ്കിപ്പനിക്ക് ചികിത്സ തേടിയ താൻ ഏറെ ദിവസത്തിന് ശേഷവും ചികിത്സ കൊണ്ട് ഫലമുണ്ടാകാതെ വരികയും മരിക്കുന്ന അവസ്ഥയിലെത്തുകയും ചെയ്തു. അങ്ങനെ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോകണമെന്ന് ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് അവിടെ 14 ദിവസം ചികിത്സ നടത്തുകയും അങ്ങനെ ചികിത്സ ഫലപ്രദമായി രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലെ സ്വകാര്യ മോശമാണോ എന്നാണ് സജി ചെറിയാൻ ചോദിക്കുന്നത്. ചുരുക്കത്തിൽ സജി ചെറിയാന്റെ ജീവൻ നിലനിർത്താൻ ഇടപെട്ടതും അടിയന്തര ചികിത്സകൾ ലഭ്യമാക്കിയതും സർക്കാർ ആശുപത്രി അല്ല, മറിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ കൊണ്ടാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ചുരുക്കത്തിൽ താൻ മാത്രമല്ല മറ്റു മന്ത്രിമാരും ഇത്തരത്തിലുള്ള ചികിത്സകൾ തേടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഫലപ്രാപ്തി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അത് വിവാദമാക്കേണ്ട കാര്യമില്ല. നല്ല ചികിത്സയുണ്ടെങ്കിൽ അത് എവിടെയും തേടാം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ചുരുക്കത്തിൽ സംസ്ഥാന സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയ മന്ത്രിയുടെ അവസ്ഥ ഇതാണെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ മറ്റാളുകൾ പോകുന്നതിനെ കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ള ഒരു ധ്വനി കൂടി ഇതിന് ഉണ്ട്. മറ്റൊന്ന്, ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണ് കേരളം എന്ന് ഇടതുപക്ഷവും സർക്കാരും പ്രചരിപ്പിക്കുകയും പ്രചരണം നടത്തുന്ന ഘട്ടത്തിലാണ്. അതാണ് പ്രശ്നം അഭിലാൽ. ഇപ്പൊ ഈ വിമർശനങ്ങൾ ഇത്ര ശക്തമാകാനുള്ള കാരണം നമ്മളെല്ലാം മികച്ചതാണെന്ന് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കെട്ടിടം തകർന്നു വീണു, ആളുകൾ മരിക്കുന്നു, ഉപകരണമില്ലാതെ സർജറി നീട്ടിവെക്കേണ്ട സ്ഥിതി വരുന്നു, ഡോക്ടർക്ക് അത് വെളിപ്പെടുത്തേണ്ടി വരും. ഇതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ഇപ്പോൾ സ്വകാര്യ ആശുപത്രികൾ മോശമെന്നോ സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നത് ഒരു ഭൂലോക തെറ്റ് എന്നൊന്നും അല്ല ആരും പറഞ്ഞത്.